They have been outstanding in the field. At the Italians, they failed at everything, caught everything, and now they're hitting the stamps as well. 2020 ലോകകപ്പ് നടക്കുന്നതിനിടെ കമന്ററി ബോക്സിൽ നിന്നും ഉയർന്ന ഒരു വാചകമാണിത്. നേപ്പാൾ ക്രിക്കറ്റ് ടീമും ലോകകപ്പിലെ നവാഗതരായ ഇറ്റലിയും തമ്മിലായിരുന്നു ആ പോരാട്ടം. നേപ്പാളിനെ വരിഞ്ഞു മുറുക്കുന്ന ഇറ്റാലിയൻ പോരാട്ടത്തെയാണ് കമന്ററി ബോക്സിൽ നിന്നും പ്രശംസ കൊണ്ട് മൂടിയത്. ഡിസിപ്ലിൻഡ്, ഷാർപ്പ് ആൻഡ് ടെറിഫിക് എന്നാണ് കായിക മാധ്യമങ്ങൾ ഇറ്റലിയുടെ ഫീൽഡിങ്ങിനെ വിശേഷിപ്പിച്ചത്. നേപ്പാൾ ബാറ്റർമാർ റൺസ് കണ്ടെത്താതിരിക്കാൻ ഇറ്റാലിയൻ ഫീൽഡർമാർ പ്രത്യേകം ശ്രമിച്ചു. 12 മുതൽ 18 വരെയുള്ള ഓവറുകൾക്കിടയിൽ ബൗണ്ടറികൾ കണ്ടെത്താൻ നേപ്പാൾ ബാറ്റർമാർ നന്നായി വിഷമിച്ചു. കൃത്യമായി പറഞ്ഞാൽ 46 പന്തുകളിൽ ഒരു ബൗണ്ടറി പോലും പിറന്നില്ല. ഇറ്റലിയുടെ ഫീൽഡിങ്ങിൽ എവിടെയും ഒരു ഓസ്ട്രേലിയൻ ടച്ച് കാണാമായിരുന്നു. അതിന് കാരണം ഇറ്റാലിയൻ ടീമിലെ ഓസീസ് താരങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. 6 ഓസീസ് വംശജരാണ് ഇറ്റലിക്കൊപ്പം കളിക്കുന്നത്. ആകർഷണീയമായ ക്യാച്ചുകൾ, റണ്ണെടുത്ത് തടഞ്ഞുകൊണ്ട് സമൃദ്ധമായ ഫീൽഡിങ്ങുകൾ, റണ്ണൌട്ടുകൾ, അങ്ങനെ ഇറ്റലി നേപ്പാളിനെ പിടിച്ചുകെട്ടി. പിന്നെ ബാറ്റ് കൊണ്ടും സ്മാർട്ട് ക്രിക്കറ്റ്. 10 വിക്കറ്റിന്റെ അനായാസ വിജയം കൊണ്ട് അസൂരിപ്പട ലോക ക്രിക്കറ്റിൽ ചരിത്രം സൃഷ്ടിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി 8 ഞായറാഴ്ച, 2020 ലോകകപ്പിലെ ഒരു മത്സരം. ക്രിക്കറ്റിലെ വൻ ശക്തികളിലൊന്നായ ഇംഗ്ലണ്ടിനെ നേരിടുന്നത് നേപ്പാൾ ക്രിക്കറ്റാണ്. ഏതാനും വർഷങ്ങളുടെ മാത്രം പരിചയ സമ്പത്തുമായാണ് നേപ്പാൾ ലോകകപ്പിനെത്തിയത്. പക്ഷേ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തി നേപ്പാൾ ഇംഗ്ലീഷ് പാരമ്പര്യത്തെ തല്ലി തകർത്തു. അവസാന നിമിഷം വെറും 4 റൺസ് അകലെയാണ് ഇംഗ്ലണ്ടിന് മത്സരം വിജയിക്കാനായത്. 4 ദിവസങ്ങൾക്കുള്ളിൽ കായിക ലോകത്തിന്റെ അനിശ്ചിതത്വം മറ്റൊരു കഥ പറഞ്ഞു. ഇത്തവണ നേപ്പാൾ തകർന്നടിഞ്ഞു. ഫുട്ബോൾ ലോകത്ത് ഉയർന്നു കേട്ടിരുന്ന ഇറ്റലി എന്ന പേര് 4 തവണ കാൽപന്തിന്റെ ലോകത്തെ ചാമ്പ്യന്മാരായ അതേ അസൂരിപ്പട. അവരിപ്പോൾ ക്രിക്കറ്റ് ലോകത്തിന് ഒരു സന്ദേശം നൽകുകയാണ്. യൂറോപ്പിൽ നിന്നും പോരാട്ടത്തിന്റെ കരുത്തുമായി മറ്റൊരു ടീം വരികയാണ്.